ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടെ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ നിന്നുള്ള ഈ ദൈവവചന പ്രഘോഷണത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 21-ാം ഖണ്ഡികയിലെ പരാമർശം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളുടെ ജീവിതങ്ങൾ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുന്നതിൻ്റെ ആഴമാണ് വിശുദ്ധിയുടെ അളവ്. നമ്മുടെ ജീവിതങ്ങൾ എത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പൂരിതമാകുന്നോ അത്ര കണ്ട് യേശുക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ട് ആ വിശുദ്ധിയിൽ നമുക്ക് പങ്കുചേരാൻ പറ്റും. ഈ നവംബർ മാസം സകല മരിച്ചവരെയും അനുസ്മരിക്കുന്ന ഒരു മാസവും കൂടിയാണ്. നമ്മുടെ ഓരോ ജീവിതങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് ആഴപ്പെടുമ്പോഴാണ് ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് നിത്യതയിൽ അവിടുത്തെ ദർശിക്കാൻ നമുക്ക് സാധിക്കുക. ദൈവിക കൃപയാൽ, ദൈവിക ജ്ഞാനത്താൽ നമ്മൾ ഓരോരുത്തരും പൂരിതരാകാൻ ആഗ്രഹിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. മനസ്സിനെ ശാന്തമാക്കി കരങ്ങൾ ഒന്ന് കൂപ്പി ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവെ, ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലേക്കും അവിടുന്ന് കരുണയോടെ നിറയണമേ. ഒരു പരിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ ഞങ്ങളേറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്ന ഏവർക്കും ലഭിക്കും, അന്വേഷിക്കുവൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും എന്നരുളിച്ചത് കർത്താവേ. ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ ആ സ്വർഗം ലഭ്യമാകാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അതിന് യോഗ്യരാക്കി തീർക്കുന്ന ആ പരിശുദ്ധി ഞങ്ങൾക്ക് സ്വന്തമാക്കണം. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് കരുണയോടെ നിറയണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്വന്തമാക്കുകയാണ്, അവിടുത്തെ പരിശുദ്ധിയിൽ പങ്കുചേരുകയാണ്. അഭിഷേകം തരണമേ. രണ്ട് കരങ്ങളും എല്ലാവരും ഉയർത്തട്ടെ, രണ്ട് കരങ്ങളും എല്ലാവരും ഉയർത്തട്ടെ. ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും പൂരിതരാകാൻ ആഗ്രഹിക്കാം. പരിശുദ്ധി തരണമേ, ജ്ഞാനം തരണമേ. ചോദിച്ച് ചോദിച്ച് പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ. ഹരളിയ 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 ഹരളിയ. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലേക്കും അവിടുത്തെ പരിശുദ്ധി അവിടുന്ന് ഇപ്പോൾ നിറയ്ക്കാനുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധി തരണമേ, അങ്ങയുടെ ആത്മാവിനെ തരണമേ, അങ്ങയുടെ ജ്ഞാനം തരണമേ. ഞങ്ങൾ ഓരോരുത്തരും ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ സ്വന്തമാക്കേണ്ട പരിശുദ്ധിയുടെ അഭിഷേകം ഇപ്പോൾ ഞങ്ങളുടെ മനസ്സുകളിലേക്ക് നിറയട്ടെ. കർത്താവേ, ഞങ്ങൾ ചോദിച്ച് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഉത്തരം തരുന്നവനെ, കൃപ പകരുന്നവനെ, അഭിഷേകം തരുന്നവനെ, ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലേക്കും ഇപ്പോൾ ആത്മാവിന്റെ ശക്തി നിറച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ഹരളിയ 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 ഹരളിയ. ആരാധന ആരാധന. ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി. ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് കരുണയോടെ സ്പർശിക്കണമേ. ആത്മാവേ നിറയണമേ, അകതാരിൽ നിറയണമേ. ആത്മാവേ, വരദാന കുളിർമഴയലിവാ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ നിറയണമേ. ആത്മാവ് നിറയുന്ന ഒത്തിരി മനസ്സുകൾ അകതാരിൽ അന്ധകാരം നീങ്ങുന്നു, നിറയണമേ. പാപത്തിന്റെ വ്യാമോഹങ്ങൾ വരദാന കുളിർമഴയലിവാ ഒത്തിരി ഹൃദയങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മ നിറയണമേ. വരദാന
കുളിർമഴയലിവാൻ എന്നിൽ ടച്ച്. നിറയണമേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപയിൽ ഞങ്ങൾ ജ്വലിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവനെന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 23-ാം നമ്പറിൽ ഓർമ്മിപ്പിക്കുന്ന കാര്യം ശ്രദ്ധേയമാണ്. പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറയാണ്: നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾ എടുക്കേണ്ട എല്ലാ തീരുമാനങ്ങളിലും യേശു എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുവിൻ. പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണത്. എന്ത്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസരത്തിലും എടുക്കേണ്ട സകല തീരുമാനങ്ങളിലും ഈശോ എന്തായിരിക്കും എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ആരോട് ചോദിക്കണം? പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണിത്. കാരണം എന്താണ്? നമ്മുടെ മുമ്പ് കടന്നുപോയി ഇന്ന് വിശുദ്ധ സഭയിലായിരിക്കുന്ന വിശുദ്ധരായ വ്യക്തികൾ, രക്തസാക്ഷികൾ, അവരുടെ ജീവിതത്തിൽ യേശു എന്തായിരിക്കും എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. എന്താണ് അവരുടെ ജീവിതത്തെ വിശുദ്ധിയിൽ നിലനിർത്തിയത് എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ഹിതം അന്വേഷിക്കുന്ന ജീവിതമായിരുന്നു അവരുടേത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഏത് രക്തസാക്ഷികളുടെ കാര്യം എടുത്തേ? ദൈവം എന്തായിരിക്കും എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനോ മരിക്കാനോ മടിയില്ലാതെ ഏത് മരണത്തിൻ്റെ തീച്ചുളയിലേക്കും എടുത്തു ചാടാൻ അവരുടെ ജീവിതങ്ങൾക്ക് ശക്തി കൊടുത്തത് എന്താണ്? അത് മറ്റൊന്നുമല്ല, ദൈവഹിതം ഇതാണ് എന്ന തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ നാളുകളിൽ അന്വേഷിക്കാതെ പോകുന്ന ഒരു കാര്യം ഇതാണ്. എന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കെണിയിലോ പ്രശ്നങ്ങളിലോ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പലരും വരും: അച്ഛാ, ഇങ്ങനെ ഒരു കെണി പെട്ടുപോയി, ഇങ്ങനെ ഒരു പ്രശ്നത്തിലായിപ്പോയി, അതങ്ങനെ തുടങ്ങിപ്പോയി, ഇന്ന് ആകെ കൂപ്പൂത്തി കിടക്കാണ്, എന്നാ ചെയ്യണ്ടേ? എന്നാ ചെയ്യാനാ? ഞാൻ ചോദിക്കും, അന്ന് ഇത് ആരംഭിക്കുമ്പോൾ ദൈവത്തോട് ഒരാലോചന ചോദിച്ചായിരുന്നോ? പരിശുദ്ധാത്മാവ് എന്തായിരിക്കും ആഗ്രഹിക്കുക എന്ന് ചിന്തിച്ചായിരുന്നോ? ഇല്ല. പിന്നെ എന്നാ ചെയ്യാം? പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു ദയനീയമായ സ്ഥിതിയാണ്. നമ്മളെല്ലാവരും ഈശോയുടെ മക്കളാണ്. നമ്മളെല്ലാവരും ഈശോയുടെ സ്വന്തമാണ്. നമ്മുടെ ജീവിതങ്ങളെ നയിക്കേണ്ടത് ആ യേശുവിനെ നയിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രേരിതമായി യേശു എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 9:17 നമുക്ക് പരിചിതമാണ്. കർത്താവെ, അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ല എങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അപ്പോൾ ആരാണ് ഈ ദൈവഹിതത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തി തരുന്നത്. ഞാൻ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്ന വചനം പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 15-ാമത്തെ വചനമാണ്. നമ്മളിങ്ങനെയാണ് കണ്ടുമുട്ടുക: ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ഓ, എന്ത് ഹൃദ്യമാണ് പൗലോസ്ലീഹ പറയുന്ന കാര്യം. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അപ്പോൾ വിവേചിച്ചറിയാനായിട്ടുള്ള കഴിവുള്ളത് ആർക്കാണ്? ലൗകിക മനുഷ്യന് പറ്റുമോ? ജഡത്തിൽ ജീവിക്കുന്നവന് പറ്റുമോ? കുടിയും കൂത്താട്ടമായിട്ട് നടക്കുന്നവന് പറ്റുമോ? പറ്റിയല്ല. അവന് വിവേചന ശക്തി ഇല്ല. അവൻ അശുദ്ധിയിലും ജഡമോഹങ്ങളിലും വ്യാപരിച്ച് കഴിയുകയാണ്. ആർക്കാണ് വിവേചിച്ചറിയാൻ പറ്റുക? ആർക്കാണ് ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് അന്വേഷിക്കാൻ പറ്റുക? അത് ആത്മീയ മനുഷ്യന് മാത്രമാണ്. യേശുവിൻ്റെ പ്രിയ മക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട സത്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, നമ്മൾ ആത്മീയ വ്യക്തികളായി മാറിക്കൊണ്ട് യേശുവിൻ്റെ മനസ്സറിയണം. യേശുവിൻ്റെ മനസ്സറിഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിനൊത്ത് ഒരു ജീവിതം അങ്ങ് ക്രമപ്പെട്ടു പോകും. ഇതാണ് പൗലോസ്ലീഹ പറയുന്നതായ കാര്യം.
പൗലോസ്ലീഹ ദൈവത്തിൻ്റെ മനസ്സ് അന്വേഷിച്ച വ്യക്തിയാണ്. ആ ദൈവ മനസ്സ് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തായി? ആ വ്യക്തി യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ സ്വന്തമാക്കി. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കി. വീണ്ടും പൗലോസ്ലീഹ പറയാണ്, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എപ്പോഴാണ് സാധ്യതമായത്? ആ കർത്താവിൻ്റെ മനസ്സ് തേടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ, യേശു എന്താണ് മനസ്സാന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ, അപ്പം തന്നെ യേശുവിനെ സ്വന്തമാക്കി, യേശുവിൽ സ്വന്തമായി, യേശുവിൻ്റെ ജീവിതമായിട്ട് മാറി. യേശുവിൻ്റെ മനസ്സ് സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ പിന്നെ പൗലോസ്ലീഹ അല്ല ജീവിക്കുന്നത്, പിന്നെ ആരാണ് ജീവിക്കുന്നത്? യേശുവാണ് പൗലോസിൽ ജീവിക്കുന്നത്. അതാണ് ആ മനസ്സ് സ്വന്തമാക്കുക. ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി വിരുന്നിന് വരുന്നു വിചാരിക്കട്ടെ. ആ വ്യക്തിക്ക് ഒരു വിരുന്നൊരുക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ആ മനുഷ്യന് സാമ്പാർ ഇഷ്ടമില്ല, എന്നാൽ പിന്നെ ഇന്ന് സാമ്പാർ കൊണ്ടൊരു അഭിഷേകം ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുമോ? ചിന്തിക്കുകയില്ല. കാരണം എന്താണ്? ആ മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല ചിക്കൻ കറിയാണ്, നല്ല വറുത്തരച്ച് വെക്കുന്നത്. അപ്പോൾ എന്തുണ്ടാക്കും? ആ വറുത്തരച്ച ചിക്കൻ തന്നെ ഏറ്റവും രുചികരമായിട്ടുണ്ടാക്കുന്നതിൽ നമ്മൾ ശ്രദ്ധാലുവായിരിക്കും. അതിന് കാരണം എന്താണ്? ആ മനുഷ്യൻ്റെ മനസ്സറിയാം. എൻ്റെ ജീവിത പങ്കാളിക്ക് എന്തായിരിക്കാം ഏറ്റവും ഇഷ്ടം, അങ്ങേർക്ക് അവക്ക് എന്തായിരിക്കും ഏറ്റവും താല്പര്യം, അതല്ല അന്വേഷിക്കുക. അതിന് കാരണം എന്താണ്? അത് മനസ്സന്വേഷണമാണ്. അത് ഈ നാളുകൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ യേശുവിൻ്റെ മനസ്സറിയുന്നവരായിട്ട് മാറണം. വളരെ എളുപ്പമാണിത്. ഈ കുടുംബത്തിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊന്ന് അന്വേഷിച്ച് തുടങ്ങുക. യേശു എന്തായിരിക്കും ഇവിടെ പ്രതീക്ഷിക്കുന്നത്? യേശു എന്തായിരിക്കും ഇത് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവനും യേശുവിൻ്റെ ജീവിതത്തോട് ഐക്യപ്പെട്ടിട്ടുള്ള ഒന്നായിട്ട് മാറും. ഞാനൊന്ന് ചിന്തിക്കുകയാണ്, യേശുവിൻ്റെ ശിഷ്യനായ ആ യോഹന്നാൻ സ്ലീഹ അവർ യഥാർത്ഥ അപ്പസ്തോലൻ്റെ ചൈതന്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുത്തൻ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. ഞങ്ങളവനെ തടഞ്ഞു. കാര്യം നിൻ്റെ നാമത്തിലൊക്കെയാണ് അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നത്, പക്ഷെ നമ്മുടെ കൂടെ നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അവനെ ഞങ്ങൾ തടഞ്ഞു. വീണ്ടും മുമ്പോട്ട് പോകുമ്പോഴാണ് സമരിയാക്കാർ യേശുവിനെ നേരെ പുറംതിരിയുക. യോഹന്നാൻ പറഞ്ഞു, കർത്താവേ, ഇടുത്തി ഇറങ്ങട്ടെന്ന് പ്രാർത്ഥിക്കട്ടെ. ഇതാണ് യോഹന്നാൻ്റെ ഒരു കാലത്തെ ഹൃദയമേ. ഒരു അപ്പസ്തോലൻ്റെ യഥാർത്ഥ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോഴാ എനിക്ക് തോന്നും അന്ത്യ അത്താഴവേളയിൽ ആ തിരുവിലാവിലേക്കൊരു ചാഞ്ഞുകിടപ്പുണ്ടായിരുന്നു. അന്ന് ആ മനസ്സിനെ കേട്ടു, അന്ന് ആ മനസ്സിനെ അറിഞ്ഞു. പിന്നെന്തായി? പിന്നെ പറയുന്ന കാര്യം മുഴുവൻ എന്തിനെക്കുറിച്ചാ? സ്നേഹത്തെക്കുറിച്ച് മാത്രം. പാസ്മോസ് ദ്വീപിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഒന്നും സംസാരിക്കാൻ സാധിക്കത്തില്ലാത്ത യോഹന്നാൻ ഒറ്റ വാക്കേ പറയത്തുള്ളൂ. പക്ഷെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകും. ചെല്ലുമ്പോൾ ഒറ്റ വാക്ക് പറയും, സ്നേഹം. ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കിയാൽ, ആത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അതേ പറയാനുള്ളൂ, സ്നേഹം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അന്വേഷിക്കേണ്ടത് മറ്റൊന്നുമല്ല കേട്ടോ. നമ്മൾ അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ മനസ്സാ. ഈ നാളുകളിൽ ദൈവ മനസ്സ് അന്വേഷിക്കാതെ പോയ എല്ലാ സാഹചര്യങ്ങളും ഓർത്ത് അനുതപിക്കണം, മാപ്പ് ചോദിക്കണം കർത്താവിനോട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്ക് അനുസരിച്ചല്ല ഒരു ജീവിതം പോയത്, മറിച്ച് അതിനോട് ഒരു വിപരീത നിലപാട് സ്വീകരിച്ച, ചിലപ്പോഴൊക്കെ ഒരു തിരിച്ചറിവില്ലാതെ ഒരു ലോകമോഹത്തിലും അതിൻ്റെ വ്യാമോഹങ്ങളിലും മുമ്പോട്ട് പോയേ. അതുകൊണ്ട് എന്താ? ആത്മാവിനെ അനുസരിച്ചില്ല, ദൈവത്തിൻ്റെ മനസ്സന്വേഷിച്ചില്ല. ദൈവത്തിൻ്റെ മനസ്സന്വേഷിച്ച വ്യക്തികളുണ്ടായിരുന്നു. അബ്രാഹവും മോശയും ഒക്കെ ദൈവത്തിൻ്റെ മനസ്സിനെ ഒരുപാട് അന്വേഷിച്ചവരാണ്. ദാവീദ് ഒരു കാലഘട്ടം മുഴുവൻ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ച് ജീവിച്ചവനായിരുന്നു. അതാണ് അപ്പോസ്തല പ്രവർത്തനത്തിന് 13:22 നമ്മൾ കണ്ടെത്തുന്നത്. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരുവനെ ഞാൻ കണ്ടിരുന്നു. നോക്കണേ, എന്ത് സുന്ദരമാണ്. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരുവൻ, ദൈവത്തിൻ്റെ മനസ്സറിയാവുന്ന ഒരുത്തൻ, ദൈവത്തിൻ്റെ മനസ്സിങ്ങനെ തൊട്ടറിയുക. ഓ, എന്ത് സുഖമാണത്, എന്ത് സുന്ദരമാണത്. ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഇഴയടുപ്പം, ഹൃദയ അടുപ്പം, ഹാർട്ട് മേറ്റ് എന്നൊക്കെ പറയല്ലേ, അത് തന്നെ സംഭവം. സ്നേഹമുള്ളവരെ, അതിലേക്കാണ് നമ്മുടെ ജീവിതങ്ങൾ വളരേണ്ടത്. ഒരു ഹൃദയത്തിൻ്റെ അടുപ്പം, യേശുക്രിസ്തുവുമായിട്ട് അവൻ്റെ മനസ്സന്വേഷിക്കുന്ന ഒരടുപ്പം. എവിടാണോ ഈ ചിന്ത നഷ്ടപ്പെട്ടു പോയത്, അവിടാണ് ദാവീദിൻ്റെ അധപ്പതനം ആരംഭിച്ചത്.
ഇത് നമ്മളെങ്ങനെ വ്യാമോഹിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ അരൂപയാണ്. ഇന്നും അന്നും അതൊക്കെ ഒരുപോലെ തന്നെ കിടക്കുകയാണ്. ചിന്തിച്ച് നോക്കിയേ, എന്താണ് നമ്മൾ ദൈവഹിതം അന്വേഷിക്കുന്നത് പിന്തിരിപ്പിക്കുന്നത്? പൗലോസ്ലീഹ റോമാലേഖനത്തിൻ്റെ 12:2 പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നോക്കിക്കേ, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഓർത്തെ, വിവേചന ശക്തി ഒരുത്തന് ഇല്ലാതെ പോകുന്നു. ദൈവഹിതത്തെക്കുറിച്ചുള്ള അന്വേഷണം ആ വ്യക്തിയിലില്ല. എന്താ കാര്യം? ആ വ്യക്തി ഈ ലോകവുമായിട്ടുള്ള ഇതിൻ്റെ മോഹങ്ങളുമായിട്ടുള്ള കോംപ്രമൈസ്, അതിലൂടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ദൈവ മനസ്സ് അന്വേഷിക്കുന്നില്ല. ദൈവം എന്താണ് ചിന്തിക്കുന്നതെന്ന്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലൊരു ചിന്തയില്ല. ആ വ്യക്തി നാശത്തിലേക്ക് അനുദിനം കൂപ്പുകുത്തുന്ന ഒരു വ്യക്തിയായിട്ട് അധപ്പതിക്കാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, ദൈവ മനസ്സ് അന്വേഷിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്ക് വിധേയപ്പെട്ട ഒരു ജീവിതമായിട്ട് അവൻ്റേത് അവളുടേത് മാറുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് മക്കൾ ഇങ്ങനെ താന്തോന്യത്തിൽ ജീവിക്കുന്നുണ്ട്. ഇതൊന്നും സാരമില്ല, ഇതൊന്നും കുഴപ്പമില്ലെന്ന് ഓരോന്നിനെ ന്യായീകരിച്ച് ചിന്തിക്കുക. അങ്ങനെയൊക്കെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തു വിടുന്നവരായ വ്യക്തികൾ പോലും ഉണ്ട് കേട്ടോ. ചിന്തിച്ചോണേ, ഈ ഗതികേടിൽ പോയി ചാടി ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ് അവസാനിപ്പിച്ച് പോയേക്കരുത്. നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു നിത്യജീവൻ എന്ന സത്യത്തെ അങ്ങനെ അങ്ങ് നശിപ്പിച്ച് കളയും. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുഴപ്പമില്ല. കാരണം എന്താ? അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊരു മനസ്സ് നമുക്ക് വരും. ഇത് വലിയ പ്രശ്നമില്ല, അത് ശരിയാണല്ലോ, അവരങ്ങനെയുള്ള വ്യക്തികളല്ലേ, ഇവർ വലിയ ആൾക്കാരല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. സ്നേഹമുള്ള മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കേ, ദൈവവചനത്തെ ആര് വളച്ചൊടിച്ച് അതിൻ്റെ ഇഷ്ടപ്രകാരം അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ജീവിത രീതികൾക്കും ഒക്കെ ഉപയോഗിച്ചാലും അത് യഥാർത്ഥ ദൈവവചനമായിട്ട് മാറുകയല്ല കേട്ടോ. മറിച്ച് എന്താണ്? അത് ലൗകിക വചനമായിട്ട് മാറിപ്പോകും. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഉപയോഗിക്കുന്ന വ്യക്തി അവൻ്റെ താല്പര്യങ്ങൾക്കൊത്ത് അതിനെ മാറ്റിമറിക്കുന്നതുകൊണ്ടാണ്. നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുമ്പോഴും ആത്മീയ ശുശ്രൂഷകൾ പങ്കുചേർക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ എടുക്കും. അതൊരു സാധാരണ കാര്യമാണ്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ ഒരുപാട് പേര് വചനം കേൾക്കാഞ്ഞിട്ടല്ല, ചിലത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എൻ്റെ അല്ല, ഇത് അവക്കുള്ളതാണ്, ഇതെനിക്ക് വേണ്ടി പറഞ്ഞ കാര്യമല്ല, അത് അവൻ കേൾക്കേണ്ടതായിരുന്നു, അവനിവിടെ ഇല്ലാതെ പോയി. എന്ത് പ്രശ്നമെന്ന് നോക്കിയേ. ഇതാണ് ദൈവ മനസ്സ് അന്വേഷിക്കാത്ത ഒരു ഗതികേട്. പ്രിയപ്പെട്ടവർ, ദൈവ മനസ്സ് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവം എന്നെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം എന്നുള്ള അവബോധം നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് ദൈവ മനസ്സ് അന്വേഷിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടണം. ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവായിട്ട് വ്യക്തിപരമായ ഒരു ഹൃദയ അടുപ്പ് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കും. കുട്ടികളുണ്ടങ്ങനെ, യുവാക്കളുണ്ടങ്ങനെ, മുതിർന്നവരുണ്ടങ്ങനെ. അവർക്ക് ഒരു വല്ലാത്ത ഹൃദയബന്ധമാണ് യേശുക്രിസ്തുവുമായിട്ട്. എനിക്ക് പരിചയമുള്ള ഒരു സമർപ്പിത സഹോദരിയുണ്ട്. ആ സഹോദരി ഈ സഭാസമൂഹത്തിൽ ചേർന്ന നാളുകൾ മുതൽ ഏതൊക്കെ സമയം കിട്ടുമോ അപ്പോഴൊക്കെ പള്ളി കയറും. എല്ലാ സന്തോഷവും പറയും, എല്ലാ സങ്കടവും പറയും. അങ്ങനെ എല്ലാ സമയത്തും ഈശോയുമായിട്ട് ഇങ്ങനെ പറയാണ്. ശരിക്കും ഒരു വ്യക്തി അവിടെ ഇരിപ്പുണ്ട്, ആ വ്യക്തിയോട് പോയിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ്. അതേ രീതിയിൽ തന്നെ ഈ സഹോദരി പോയി സംസാരിക്കും എല്ലാ കാര്യവും. എൻ്റെ ഈശോയെ, ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി, ഈശോയെ നന്ദി പറയുന്നു. ചിലപ്പോൾ ചില സമയത്ത് എൻ്റെ ഈശോയെ, ഇന്നെനിക്ക് ഒത്തിരി സങ്കടമായി, എന്നെ അങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ, ഞാൻ ഒട്ടും ചെയ്തിട്ടില്ലാത്ത കാര്യമല്ലേ അത്, എന്നിട്ടും എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി, എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ ആരോടാ പറയണ്ടേ, അങ്ങേക്കറിയാമല്ലോ ഞാൻ ചെയ്തിട്ടില്ലെന്ന്. ഇങ്ങനെ എല്ലാം ഒന്ന് പറയാണ്. നോക്കിക്കേ, എന്തൊരു ഹൃദയ അടുപ്പാണത്. ഈ സഹോദരനോട് സ്നേഹത്തോടെ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നീട് ജീവിതത്തിൽ പഠന മേഖലകളിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവിക ഇടപെടലുകളെ തിരിച്ചറിയുകയാണ്. പക്ഷെ അതിനപ്പുറത്ത് സാമാന്യം പഠിക്കാൻ കഴിവുണ്ട്, എന്നാൽ ഒരു അതിസാധാരണമായ അതിസ്വാഭാവികമായ ഒന്നുമില്ല. ആ സഹോദരി ഇങ്ങനെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തോന്നും ഈ ചോദ്യം വരും. അതെല്ലാം അങ്ങനെ അതേപടി നോട്ട് ചെയ്ത് വെച്ച് അതെല്ലാം പഠിക്കും. ഒരുപാട് പഠിക്കാനായിട്ടുള്ള സാഹചര്യത്തിൽ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനുമൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ ഈ സഹോദരി പരീക്ഷ എഴുതുമ്പോഴെല്ലാം
ചോദ്യം ഈ പ്രിപ്പയർ ചെയ്തപ്പോൾ കുറിച്ചു വെച്ചതാ. ചിന്തിക്കണേ. എല്ലാ അവസരത്തിലും യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. നിങ്ങൾ വിശ്വസിക്കോ എന്നെനിക്കറിയത്തില്ല, പക്ഷേ ഈശോയുടെ നാമത്തിൽ ഇത് സത്യസന്ധമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഓർത്ത് എന്തൊരു സുന്ദരമാണത്. എനിക്ക് കൊതി തോന്നുന്നുണ്ട്. യേശു ക്രിസ്തുവായിട്ട് അപ്രകാരം ഒരു ഇഴയടുപ്പം. ഈശോ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയല്ലേ. ഇവിടെ ഓരോരുത്തർ എങ്ങനെയാണ് കോപ്പി അടിക്കേണ്ടതെന്ന് നോക്കി നടക്കുകയാണ്. എവിടെ നിന്നാണ് ചോദ്യപേപ്പർ ചോർത്തേണ്ടതെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ ഒന്നും വേണ്ട, ശാന്തമായി കർത്താവിനോട് ചേർന്ന് ചെലവഴിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആത്മാവിൽ നിറഞ്ഞ് ആ സഹോദരി എല്ലാത്തിലും വിജയം നേടി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ആ സഹോദരനോട് വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യം ഇത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായത്. ഞാൻ ഓർക്കും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സാധ്യമായിക്കൂടാ? ഇത് കേൾക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. എനിക്ക് സാധ്യതമാകുന്ന ഒരു കാര്യമാണിത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ അടുപ്പത്തിൽ എനിക്ക് സാധ്യതമാകുന്ന കാര്യമാണിത്. പരീക്ഷയിൽ ജയിക്കാനോ മറ്റു നേട്ടങ്ങൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല, മറിച്ച് എൻ്റെ ജീവിതം എപ്പോഴും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതമായിട്ട് മാറാൻ, ദൈവത്തിൻ്റെ ഹിതത്തെ നിരന്തരം അന്വേഷിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറാൻ കർത്താവെ എനിക്ക് കൃപ തരണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്തീന പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. വിശുദ്ധ ഫൗസ്തീനയോട് ഈശോ പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും എനിക്ക് വേദനാജനകമാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ഈശോയോടുള്ള ഹൃദയത്തിൻ്റെ ഒരു അടുപ്പം. ആ അടുപ്പത്തിലൂടെ ഞാൻ ഏത് പ്രവൃത്തി ചെയ്താലും ഈശോയ്ക്ക് ഇഷ്ടമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈശോ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ വചനപ്രഘോഷണം പോലും ചിലപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമില്ലാതെ വരാം. എന്തുവന്നാൽ എനിക്ക് ഈശോയുള്ള സ്നേഹത്തിലല്ലാതെ ഞാൻ ഈ വചനം പറഞ്ഞാൽ, ഞാനൊരു പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് പോലും എൻ്റെ ഈശോയ്ക്ക് വേദനയാകാം. എന്തില്ലെങ്കിൽ ഹൃദയത്തിൽ അവിടുന്നുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ യേശുക്രിസ്തുവിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയുടെ മനസ്സറിയാൻ ഇന്നു മുതൽ ഒരു ശ്രമം നടത്താവോ? എൻ്റെ ഈശോ എന്തായിരിക്കും ആഗ്രഹിക്കുന്നതെന്ന് ഓരോ സമയത്തും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി ചില തീരുമാനങ്ങളെടുക്കാൻ മനസ്സുണ്ടോ? എങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമായിട്ട് അത് രൂപാന്തരപ്പെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ ജീവനേ കാളും നീ ഈശോ വലിയതാണെനിക്ക്. ഹൃദയത്തിൽ അനുഭവിച്ച് പ്രാർത്ഥിച്ച്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. കർത്താവേ, ആരാധന സ്നേഹിച്ചുകൊണ്ട് ആരാധിച്ച്, ആരാധന ഈശോ ആരാധന ആരാധന. കരങ്ങളൊരൊപ്പം ഉയർത്തി ആരാധന ചേർന്ന് പാടിക്കൊണ്ട്, ആരാധന ആരാധന ആരാധന. മാലാഖമാരുടെ ഒട്ടിച്ചേർന്ന് നിന്ന് കൈകൾ വീശി ഹല്ലേലൂയ. എല്ലാവരും നല്ല ആനന്ദത്തോടെ, ഹൃദയത്തിൽ ദൈവശക്തി നിറയുന്നതിന്റെ ആനന്ദത്തോടെ, ഹൃദയത്തിൽ ഈശോയോടുള്ള ഇഷ്ടം നിറയുന്നതിന്റെ സന്തോഷത്തോടെ ചേർന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി മനസ്സുകളിലേക്ക് ഇതാ സ്നേഹമായി, സൗഖ്യമായി, ശക്തിയായി ദൈവിക കൃപ സമൃദ്ധിയോടെ വർഷിക്കപ്പെടുക. ഒരുപാട് മനസ്സുകൾക്ക് ഒരാനന്ദം ലഭിക്കുക. ഒത്തിരി രോഗികളുടെ ഹൃദയങ്ങളിലേക്ക് ആ വേദന വിറ്റുമാറുന്ന ഒരു സന്തോഷം നിറയാണ്. ഒത്തിരിയേറെ വ്യക്തികളുടെ സങ്കടങ്ങളിലേക്ക് ആ വേദനകള്, ആ വിഷമതകളൊക്കെ മാറി
ഒരു പ്രത്യേക ആനന്ദം ഉള്ളിൽ നിറയുന്നുണ്ട്. സന്തോഷിച്ച് സ്തുതിച്ച്, സന്തോഷിച്ച് ആരാധിച്ച്, ഓ യേശുവേ, അവിടുന്ന് എത്രയോ എന്നെ സ്നേഹിക്കുന്നത്, അവിടുന്ന് എത്രയോ എന്നെ കരുതുന്നത്, അവിടുന്ന് എത്രയോ എന്നെ വഴി നടത്തുന്നത്. ഓ ദൈവമേ, മഹത്വം ആരാധന, മഹത്വം ആരാധന, മഹത്വം ആരാധന, മഹത്വം ആരാധന, മഹത്വം ആരാധന. രണ്ട് കൈകൾ ഉയർത്തി ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഓ യേശുവേ, നിന്നെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ആരാധിക്കുന്നു കർത്താവേ, സ്നേഹിച്ചുകൊണ്ട് മാത്രം ആരാധിക്കുന്നു. എൻ്റെ ജീവന്റെ ജീവനായവനെ, എൻ്റെ സർവവുമായവനെ, എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവനെ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ കൈപിടിച്ച് വഴി നടത്തി എൻ്റെ കൂടെയുള്ളവനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഞാനങ്ങേ തിരിച്ചറിയാതെ പോകുമ്പോഴും എൻ്റെ കൂടെ നടന്ന എന്നെ ആപത്തുകൾ അപകടങ്ങൾ സംരക്ഷിക്കുന്നവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തോടെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം നമ്മൾക്ക് സ്വീകരിക്കാം. വ്യക്തിപരമായി നിന്റെ ജീവിതത്തെ എപ്പോഴും വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിന്റെ ശിരസ്സിന് മുകളിൽ കരം വെച്ച് അനുഗ്രഹിക്കുന്ന സമയമാണ്. ആ ഈശോ നിന്റെ കുടുംബത്തിന് മേലെ, നിന്റെ ഭവനത്തിന് മേലെ തൻ്റെ കൈ ഉയർത്തുന്ന സമയമാണ്. മോനെ, മോളെ, അതുകൊണ്ട് ആ ഇഷ്ടത്തോടെ മാത്രം ഈശോയെ വിളിക്കണം. ആ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ മാത്രം കർത്താവിനെ വിളിക്കണം. ഈ ആശീർവാദന സമയത്ത് എല്ലാവരും ഈശോ ഈശോ എന്ന് ആവർത്തിച്ച് വിളിക്കേണ്ട ഒരു സമയമാണ്. എല്ലാവരും വിശ്വാസത്തോടെ വിളിച്ച്, സ്നേഹിച്ച് സ്നേഹിച്ച് വിളിച്ച്, ഈശോ 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 ഈശോ. ഒത്തിരി ഭക്തികൾ അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോ ഒരുപാട് കുടുംബങ്ങളുടെ മേലെ കൈനീട്ടി ഇതേ അനുഗ്രഹിക്കുന്നുണ്ട്. ആരാധന, ആരാധന, ആരാധന. ഒത്തിരി സങ്കടം വിട്ടു മാറുന്നു. ഇത് അനേകരുടെ കണ്ണീരിന് മുകളിൽ കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കുന്നു. കണ്ണീരൊപ്പുന്നു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ 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 ഈശോ. കൈകൾ കൂപ്പി ആരാധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.